ഹായ് ടീം, നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കുന്ന സോപ്പിലൂടെ മാത്രം സ്കിന്നിൽ വരുന്ന പലതരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പരസ്യത്തിൽ കാണും പല വിധത്തിൽ നമ്മളെ സ്കിന്നിനെ പല രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യം കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പരസ്യത്തിൽ കാണുന്ന ഒരു മുതലാണിത്. നല്ല അത്യാവശ്യം മുന്തിയ ഇനം സാധനമാണ്. പക്ഷേ ഇത് പരസ്യത്തിൽ ഇല്ലാത്തതാണ്. ഇത് ഡയറക്റ്റ്ലി മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബെറ്റാഡി സൊല്യൂഷൻ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏത് സോപ്പാണ് നല്ല രീതിയിൽ ഇതിനെ ക്ലെൻസിങ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അണുവിമുക്തമാക്കുന്നത് ഏത് സോപ്പാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റ്ലി മാർക്കറ്റിലെ സോപ്പാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നമ്മൾ പരസ്യത്തിൽ കാണുന്നത്, അതിന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. വെള്ളം ഓവറായി തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്കിതിൽ ഏതാണ് പെട്ടെന്ന് ക്ലെൻസിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പരസ്യത്തിൽ കാണുന്നതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം, നമ്മളെല്ലാം കാണും കേൾക്കുന്നതാണല്ലോ. എന്നാൽ നമുക്കിത് ഇതിന് ഏതാണ് കൂടുതൽ ക്ലെൻസിങ് ആവണമെന്നില്ല. നമുക്ക് ഇതിലൊക്കെ നോക്കാം. പരസ്യമില്ലാത്ത സോപ്പ് എത്രമാത്രം ക്ലെൻസിങ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. മനസ്സിലായോ? അപ്പം എങ്ങനെയുണ്ട്? അതേ മറിച്ച് നമ്മളിപ്പോൾ പരസ്യത്തിൽ കാണിക്കുന്ന, അതായത് ഏറ്റവും നല്ല സോപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന പരസ്യക്കാരെ നമ്മൾ പരസ്യം കണ്ടിട്ട് ഇത് നമുക്ക് വീണ്ടും കിടക്കാം. മോയ്സ്ചറൈസറാണ്, ഡീപ്പ് നോറിഷിങ് ആണെന്നൊക്കെയാണ് ഇത് ഈ സോപ്പിൽ പറയുന്നത്. പക്ഷേ കണ്ടില്ലേ, സർവത്ത് പോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ അണുവിമുക്തമാക്കാൻ ഈ സോപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സോപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെ സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഇത് പരിഹരിക്കും, പരസ്യത്തിൽ എന്താ പറയുന്നത്, പക്ഷെ അതേ നമ്മൾ ഉപയോഗിക്കുന്നു. മനസ്സിലായി? ഇത് നോക്കൂ. മാത്രമല്ല, അതായത് മണം വലിയ ചേഞ്ച് ഒന്നുമില്ല. അതേ നല്ല ഇതിൽ യഥാർത്ഥ മണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. പക്ഷെ അതേ മറിച്ച് ഇതിൽ എന്താ പറയുക, നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ പരസ്യത്തിൻ്റെ വ്യത്യാസം. പരസ്യമില്ലാത്ത മുതലിൻ്റെ പ്രത്യേകത മോയ്സ്ചറൈസറാണ്, സ്കിൻ പ്രൊട്ടക്ടറാണ്, അതുമാത്രമല്ല ഡിയോഡ്രൈസറുമാണ്. അപ്പോൾ ഏത് സോപ്പാണ് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇത് സോപ്പ് വാഷ് കാറ്റഗറിയിലെ ഡയറക്റ്റ്ലി മാർക്കറ്റിലെ സോപ്പ് വാഷ് കാറ്റഗറിയിലെ വൈറ്റ് പേൾ സോപ്പ്. മനസ്സിലായല്ലോ? ഇത് നോക്കൂ, പാല് പോലെ വൈറ്റ് പേൾ. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പരസ്യത്തിൽ കാണുന്നത് കൂടുതൽ ഞാൻ പറയുന്നില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു കാര്യം, നമ്മൾ രാവിലെ എടുത്ത് കുളിക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് 5 രൂപയുടെ സോപ്പ്, 10 രൂപയുടെ സോപ്പ്, 3 രൂപയുടെ സോപ്പ്, കുട്ടി സോപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ഉപയോഗിക്കും. ഈ സ്കിന്നിൽ വരുന്ന പലതരം പ്രശ്നങ്ങൾ, സ്കിൻ ക്യാൻസർ വരെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിലൂടെ വരാമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോളൂ, പരസ്യത്തിൽ വേണോ അല്ലാത്തത് വേണോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.